വൈകുന്നേരത്തോടെ അടുത്തതും തറവാട്ടുമുറ്റത്ത് അർജുന്റെ കാർ വന്നു നിന്നു. അവൻ എത്താനായ വിവരം അറിഞ്ഞതുകൊണ്ട് തന്നെ തറവാട്ടുമുറ്റത്ത് എല്ലാവരും നിൽപ്പുണ്ട്. കാറിൽ നിന്ന് ഇറങ്ങിയ അർജുനെ കണ്ടതും സന്തോഷത്തോടെ പൂജയും മീനാക്ഷിയും അവനെ വന്നു പൊതിഞ്ഞു പിടിച്ചു. നിറപുഞ്ചിരിയോടെ എല്ലാവരും ആ കാഴ്ച നോക്കി നിന്നു. ഇനി എത്ര ദിവസമുണ്ട് അഭി? രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു എല്ലാവരും കോലായിലിരിപ്പാണ്. എല്ലാവരും എന്ന് വെച്ചാൽ ചന്തുവും പൂജയും അഭിയും അർജുനും അനുവും. ഹർഷൻ ഇപ്പോഴും അർജുനോടുള്ള ദേഷ്യമുണ്ട്. അതുകൊണ്ട് അവൻ ഉള്ളിടത്തൊന്നും ഹർഷൻ നിൽക്കുന്നില്ല. 2 ആഴ്ച അജുവേട്ടാ. അവൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വ്യക്തമായതും അവൾ വേഗം മറുപടി നൽകി. എത്ര പെട്ടെന്നാണല്ലേ 1 വർഷം കടന്നുപോയത്? ഏതൊക്കെയോ ഓർമ്മയിൽ അജു പറഞ്ഞതും അവളും ഒന്ന് മൂളി. നീ പോയാൽ നമ്മളെയൊക്കെ മറക്കോടി? അതിനിടയിൽ പൂജയും ചോദിച്ചു. ഒരിക്കലുമില്ല. ഞാൻ ആദ്യമായിട്ടാ ഇത്രയും പേരുമായി കൂട്ടുകൂടുന്നത് തന്നെ. അവിടെ ആകെയുള്ള കൂട്ട് മാമയും പാറുമ്മയും മാത്രമാണ്. അമ്മ രാവിലെ വീട്ടുജോലിക്ക് പോയി കഴിഞ്ഞാൽ സന്ധ്യ കഴിയും വീട്ടിലെത്താൻ. അമ്മയ്ക്ക് എവിടേക്കും പോകുന്നത് ഇഷ്ടമല്ല. നമ്മുടെ അവിടെയുള്ള ക്ഷേത്രങ്ങളിൽ ഉത്സവം വന്നാൽ എന്നെ മാമയും പാറുമ്മയും കൂട്ടിക്കൊണ്ടു പോകാറ്. അമ്മയെ എത്ര വിളിച്ചാലും അമ്മ വരില്ല. അതെന്താ അഭി തൻ്റെ അമ്മ വരാത്തെ? സംശയത്തോടെ പൂജ ചോദിച്ചു. അറിയില്ല, ഞാൻ ചോദിക്കാറുമില്ല. ചെറുപ്പം തൊട്ടേ ഞാൻ അങ്ങനെയാ കണ്ടു വളർന്നത്. ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ അമ്മയ്ക്ക് സങ്കടമായാലോ? ഏതൊക്കെയോ ഓർമ്മകളിൽ അവളുടെ മനസ്സൊന്ന് വിങ്ങി. അപ്പോൾ അഭി അച്ഛനെക്കുറിച്ച് അമ്മയോട് ചോദിച്ചിട്ടില്ലേ? വീണ്ടും പൂജ തന്നെ. ഓരോന്നറിയാൻ പെണ്ണിന് ആകാംക്ഷയാണ്. തറവാട്ടിൽ വന്നതിന് ശേഷമാണ് അഭിയെക്കുറിച്ച് ഓരോന്നവൾ കൂടുതലായി അറിയുന്നത്. അതിൻ്റെ തിടുക്കമാണ് പെണ്ണിന്. ഇല്ല, ഞാൻ ചോദിച്ചാൽ അമ്മയ്ക്ക് വിഷമമായാലോ? ചെറുപുഞ്ചിരിയോടെ പൂജയ്ക്കുള്ള മറുപടി അപ്പോൾ തന്നെ അഭി നൽകി. എന്നിട്ട് നാളെ എന്താ പരിപാടി? രാവിലെ ക്ഷേത്രത്തിൽ പോകുന്നുണ്ടോ അതോ വൈകുന്നേരമോ? ഇനിയും അഭിയുടെ ജീവിതത്തിലേക്ക് കടന്നു കയറുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കിയ അജു വിഷയം മാറ്റി. ഞാനുണ്ടാകില്ല, എനിക്ക് ഡ്യൂട്ടിയുണ്ട്. ഡേയും നൈറ്റും ഉണ്ടാകും. ചന്തു അജു പറഞ്ഞപ്പോഴേ കൈയൊഴിഞ്ഞു. സ്ഥലം CA ഇല്ലേ ചന്തു? അതിൻ്റെ തിരക്കാണ് ചെക്കന്. ഞങ്ങൾ രാവിലെ ക്ഷേത്രത്തിൽ പോയി തൊഴുതു പിടിച്ചു വരും. പിന്നെ സന്ധ്യയ്ക്ക് പോകും അല്ലേ അഭി? അനു പറഞ്ഞതും അഭിയും തലയാട്ടി. ഞാൻ രാവിലെ എഴുന്നേറ്റെങ്കിൽ വരും, ഇല്ലെങ്കിൽ വൈകുന്നേരം ഉണ്ടാകും. ശവം. 5 വർഷം കൂടുമ്പോൾ ഉണ്ടാകുന്ന ഉത്സവമാ. രാവിലെ എഴുന്നേറ്റ് പോകാൻ നോക്കടി അമ്പലത്തിൽ. പൂജ പറഞ്ഞത് തീരെ പിടിക്കാതിരുന്ന ചന്തു കലിപ്പോടെ പറഞ്ഞു. അവൻ പറഞ്ഞതിന് അപ്പോൾ തന്നെ പൂജ കൊഞ്ഞനം കാട്ടി. ഇവളോട് പറഞ്ഞ എന്നെ വേണം തല്ലാൻ എന്ന മട്ടിൽ ചന്തു പൂജയെ കൂർപ്പിച്ചു നോക്കി. മതി മതി, നിങ്ങൾ പിന്നെ അടിയാക്. ഇനി കാര്യത്തിലേക്ക് വാ. പൂജയുടെയും ചന്തുവിൻ്റെയും ഈ കോക്കറിക്കളി ഇപ്പോഴൊന്നും നിൽക്കില്ലെന്ന് കണ്ട് അജു ഇടപെട്ടു. എന്നാൽ സ്ത്രീജനങ്ങൾ രാവിലെ ക്ഷേത്രത്തിലേക്ക്, ബാക്കി എല്ലാവരും വൈകുന്നേരം ക്ഷേത്രത്തിലേക്ക്. ഓക്കെ അല്ലേ? അജു പറഞ്ഞതും എല്ലാവരും ഡബിൾ ഓക്കെ പറഞ്ഞു. ഇതേ സമയം വാതിലിൻ്റെ മറവിൽ നിന്ന് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ഹർഷൻ. അവരുടെ ഒപ്പം കൂടാൻ അവന് ആഗ്രഹമുണ്ട്. പക്ഷേ അജുവിനോടുള്ള നീരസം അവനെ അവരുടെ അടുത്തേക്ക് പോകാൻ അനുവദിക്കുന്നില്ല. ഇപ്പോൾ തന്നെ പലർക്കും വേണ്ടി പലതും ത്യജിക്കുന്നുണ്ട് അവൻ. ഇനിയും താഴ്ന്നു കൊടുക്കാൻ അവനെക്കൊണ്ടാവുന്നില്ല. അതിനിടയിൽ ഇനി അഭി തൻ്റെ ജീവിതത്തിൽ 2 ആഴ്ച കൂടിയേ ഉള്ളൂ എന്നും അവന് ഓർത്തു. കാരണമറിയാത്ത ഒരു വിങ്ങൽ അവൾ പോവാനായി എന്നറിയുമ്പോൾ അവന് തോന്നുന്നുണ്ട്. അതിനിടയിലും അവൻ്റെ മുന്നിൽ വലിയൊരു പ്രതിസന്ധി കിടപ്പുണ്ട്. ഈ നാടകത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവൻ ചിന്തിച്ചിരുന്നത് തന്നെയാണ് ആ ഒരു നിമിഷം. തൻ്റെ അമ്മയോട് എങ്ങനെ പറയും താനും അഭിയും അഭിനയിക്കുകയായിരുന്നു എന്ന്? ആ ഒരു നിമിഷം എങ്ങനെ തരണം ചെയ്തു കൊണ്ടുപോകാൻ കഴിയും എന്ന് ഹർഷന് അറിയുന്നില്ല. അതിനെന്ന പോലെ ആ ഒരു നിമിഷം അടുക്കുംതോറും അവൻ്റെ നെഞ്ചിടിപ്പ് ഏറി വരികയും ചെയ്യുന്നുണ്ട്. വെളുപ്പിന് മൂവരും എഴുന്നേറ്റ് ക്ഷേത്രം ലക്ഷ്യമാക്കി നടന്നു. ഉത്സവം ആയതുകൊണ്ട് തന്നെ പാടത്തും വരമ്പിലും ഇപ്പോഴേ സ്ത്രീകളും കുട്ടികളുമായി തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. രാവിലത്തെ നിർമാല്യം കാണാനുള്ള തിരക്കിലാണ്. കണ്ടോടി, കുഞ്ഞു പൈതൽ വരെ രാവിലെ എഴുന്നേറ്റ് ക്ഷേത്രത്തിൽ വരുന്നുണ്ട്. നിനക്കല്ലേ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കാൻ മടി? ക്ഷേത്രമുറ്റത്തൊക്കെയും തിങ്ങി നിറഞ്ഞിരിക്കുന്ന ആളുകളെ കണ്ടുകൊണ്ട് അനു പൂജയോട് പിറുപിറുത്തു. രാവിലെ പൂജയെ എഴുന്നേൽപ്പിക്കാൻ പെട്ട പാട് അനുവിനെ അറിയൂ. രാത്രി ചന്തുവേട്ടൻ അനുവിനെ ഏൽപ്പിച്ചതാണ് രാവിലെ പോകുമ്പോൾ പൂജയെയും കൂട്ടി ക്ഷേത്രത്തിലേക്ക് പോകാൻ പാടുള്ളൂ എന്ന്. ചന്തുവേട്ടൻ പറഞ്ഞതുകൊണ്ട് മാത്രം അനു അവളെ നിർബന്ധിച്ചു പിടിച്ചു വലിച്ചു കൊണ്ടുവന്നതാണ്. അതിൻ്റെ നീരസം നല്ലതുപോലെ പൂജയ്ക്കുണ്ട്. കുട്ടിക്ക് ഉറക്കം വിട്ടുള്ള ഒരു കളിയുമില്ല. അതാണ് നീരസത്തിൻ്റെ പ്രധാന കാരണം. വന്നിട്ടിപ്പോൾ എന്തായി? ഒന്ന് ദേവിയെ കാണാൻ കഴിയുമോ? ഈ തിരക്കെല്ലാം കഴിഞ്ഞ് ദേവിയെ കാണുമ്പോഴേക്കും ഉച്ച കഴിയും. പൂജ തെല്ലും കൂസലില്ലായ്മയോടെ പറഞ്ഞു. കരുനാക്ക് വളച്ചു പറയല്ലേടി. ഇപ്പോഴാ വയറ്റീന്ന് കൂവി വിളിക്കുന്നുണ്ട്. നന്ദിനിയമ്മ പറഞ്ഞതാ എന്തെങ്കിലും കഴിച്ചിട്ട് ക്ഷേത്രത്തിലേക്ക് പൊയ്ക്കോളൂന്ന്. അനുസരിച്ചാൽ മതിയായിരുന്നു.
തിങ്ങി നിറഞ്ഞിരിക്കുന്ന ജനക്കൂട്ടത്തിലേക്ക് കണ്ണുകൾ പായിച്ചുകൊണ്ട് അനു വിഷമത്തോടെ പറഞ്ഞു. ഇനി എന്താ പ്ലാൻ? ഇവിടെ നിൽക്കണോ പോകണോ? ഇപ്പോൾ പോയാൽ കുറച്ചു നേരം കൂടി ഉറങ്ങാം. വീണ്ടും പൂജ തന്നെ. നാശം, നിനക്ക് ഉറങ്ങേണ്ട വിചാരമേ ഉള്ളൂ. പൂജ പറഞ്ഞതും അപ്പോൾ തന്നെ അനു പിറുപിറുത്തു. അഭി എന്തു ചെയ്യുന്നു? പുറത്തുനിന്ന് തൊഴുന്നോ അതോ ക്യൂവിൽ നിൽക്കുന്നോ? ഇപ്പോഴും ജനക്കൂട്ടത്തിലേക്ക് നോട്ടം എഴുതി നിൽക്കുന്നവളോട് അനു ചോദിച്ചു. തൊഴുതിട്ട് പോകുന്നതല്ലേ അതിന്റെ ശരി. വാ നോക്കാം. ക്യൂ വേഗം നീങ്ങുമായിരിക്കും. അഭി പറഞ്ഞതും പൂജയും അനുവും അത് ശരിവയ്ക്കുകയായിരുന്നു. അഭിയോട് ചോദിച്ചെന്നേയുള്ളൂ. അഭി എന്താണ് പറയാൻ പോകുന്നതെന്ന് രണ്ടാൾക്കും വ്യക്തമായി അറിയാം. ഉത്സവമാണെന്ന് പറഞ്ഞപ്പോഴേ പെണ്ണിന്റെ കണ്ണുകളിൽ കണ്ടിരുന്നു അതിന്റെ ആകാംക്ഷ. അഭിയെ സന്തോഷിപ്പിക്കാൻ കൂടിയാണ് രണ്ടുപേരും ക്ഷേത്രത്തിലേക്ക് അതിരാവിലെ വന്നതുപോലും. പൂജ പറഞ്ഞതുപോലെ തന്നെ ക്യൂ നിന്ന് തൊഴുത് ഇറങ്ങുമ്പോഴേക്കും 11 മണിയോടടുത്തിരുന്നു. വിശപ്പ് സഹിച്ച് മൂവരും തറവാട്ടിലേക്ക് വരുമ്പോൾ എല്ലാവരും പുറത്തു തന്നെ നിൽപ്പുണ്ടായിരുന്നു. അമ്മോയി, എന്തെങ്കിലും കഴിക്കാനെടുത്ത് വയ്ക്ക്. മീനാക്ഷിയെ കണ്ടതും പൂജ വിളിച്ചു കൂവി. ഡീ, നീ നമുക്ക് വിശക്കുന്നത് നാട് മൊത്തം അറിയിക്കണോ? അനു പൂജയെ ഒന്ന് കിരുമ്പിക്കൊണ്ട് ചോദിച്ചു. രണ്ടും മിണ്ടാതിരിക്കുന്നുണ്ടോ? എവിടെ പോയാലും ക്ഷേത്രത്തിൽ വെച്ച് നടന്നതിന്റെ ബാക്കി ഇവിടെ നിന്ന് തുടങ്ങുകയാണെന്ന് കരുതി അഭി രണ്ടിനെയും വഴക്കു പറഞ്ഞത് രണ്ടും പിന്നെ മൗനമായി. ക്യൂവിൽ നിന്നതിനേക്കാൾ പിറകിൽ നിന്ന് രണ്ടിന്റെയും കലപില കേട്ട് അഭിക്ക് ക്ഷീണം വന്നത്. ചെവി പൊത്തിപ്പിടിച്ചു പോയി പെണ്ണ്. അത്രയ്ക്ക് ദയനീയമായിരുന്നു രണ്ടിന്റെ സംസാരം. ഇതേ സമയം ഹർഷന്റെ കണ്ണുകൾ അഭിയിൽ തന്നെയായിരുന്നു. മുണ്ടും നേരിയതും ഉടുത്തപ്പോൾ പെണ്ണിന്റെ ചന്തം ഒന്നുകൂടി കൂടിയതുപോലെ അവന് തോന്നി. അവന്റെ കണ്ണുകൾ അഭിയിലാകെ അലഞ്ഞു. നെറ്റിയിലെ കറുത്ത പൊട്ടും അതിനു മുകളിലെ ചന്ദനവും, അമ്മയെ കാണിക്കാൻ എന്ന പാകത്തിൽ നെറുകയിലുള്ള അല്പസിന്ദൂരവും, മുഖത്ത് അത്രമാത്രമേ ഒരുക്കമുള്ളൂ എങ്കിലും അവളുടെ സൗന്ദര്യം എടുത്തു കാണിക്കുന്നുണ്ട്. ഒരു നിമിഷം ഹർഷൻ അവളിൽ തന്നെ ലയിച്ചുപോയി. വാ മക്കളെ, എന്തെങ്കിലും വന്ന് കഴിക്ക്. നന്ദിനി പറഞ്ഞതും മൂവരും വേഗം മുറ്റത്തുനിന്ന് അകത്തേക്ക് കയറി. തിരക്കുണ്ടായിരുന്നോ ക്ഷേത്രത്തിൽ? ഭക്ഷണം മൂവർക്കും വിളമ്പിക്കൊടുക്കുന്നതിനിടയിൽ മീനാക്ഷി ചോദിച്ചു. തിരക്കുണ്ടായിരുന്നോവെന്നോ? ക്യൂ നിന്ന് മനുഷ്യന്റെ കാലും നടുവും ഒടിഞ്ഞു. കഴിക്കുന്നതിനിടെ തന്റെ അനുഭവം പങ്കുവച്ചു പൂജ. വൈകുന്നേരം ഇതിന്റെ 4 ഇരട്ടി ആളുണ്ടാകും. പോകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് തന്നെ നിൽക്കണേ. ആള് കൂടുമ്പോൾ കൂട്ടം തെറ്റാനും സാധ്യതയുണ്ട്. അക്കരെ നിന്നുള്ളവർ വരെ വരും. അതിൽ കള്ളന്മാരും പെണ്ണുപിടിയനും ഗുണ്ടകളും എല്ലാവരും ഉണ്ടാകും. പോകുമ്പോൾ അജുവിന്റെ കൂടെ തന്നെ മൂവരും ഉണ്ടാകണേ. അപ്പോൾ നിങ്ങൾ വരുന്നില്ലേ? മീനാക്ഷി പറഞ്ഞു കഴിഞ്ഞതും സംശയത്തോടെ അനു ചോദിച്ചു. ഞങ്ങൾ ഉച്ചയ്ക്കുള്ള പൂജയ്ക്ക് പോവും. വൈകുന്നേരമില്ല. ചേച്ചിക്ക് പൊടിയൊക്കെ അലർജി അല്ലേ? പിന്നെ ഏട്ടനും ഇവിടെ തനിച്ചല്ലേ. നിങ്ങളെല്ലാവരും പോയിട്ട് വാ. രാത്രി നാടകം കഴിഞ്ഞിട്ട് വന്നാൽ മതി. ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ഭാമയും ഉണ്ടാകും. അനു ചോദിച്ചതിനുള്ള മറുപടി മീനാക്ഷി നൽകിയതും അനു മൂളി. വൈകുന്നേരമായതും ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള തിരക്കിലായി എല്ലാവരും. ചന്തുവിന് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് അവൻ നേരത്തെ ക്ഷേത്രത്തിലേക്ക് പോയിരുന്നു. 3 പെൺപടകളെയും കൊണ്ട് അർജു വേണം ഉത്സവത്തിന് പോകാൻ. ഹർഷന് ക്ഷേത്രത്തിലേക്ക് പോകുന്നത് തീരെ താല്പര്യമില്ലാത്ത കാര്യമാണ്. എന്ന് തൊട്ട് തന്നെയും അമ്മയെയും തനിച്ചാക്കി അച്ഛനും അനിയത്തിയും പോയോ അന്ന് തൊട്ട് ദൈവങ്ങളോട് എല്ലാം എതിർപ്പായിരുന്നു ഹർഷൻ. ആ എതിർപ്പ് ഇപ്പോഴും അവന്റെ മനസ്സിലുണ്ട്. ആഹാ, എല്ലാവരും സുന്ദരികളായിട്ടുണ്ടല്ലോ. മൂവരും കളർ ചേഞ്ചിൽ ധാവണി ഉടുത്ത് വന്നതും കോലാലി ഇരിക്കുന്നവരുടെ ഇടയിൽ നിന്ന് നന്ദിനി പറഞ്ഞു. അതെ, 3 ആൾക്കും ധാവണി നല്ലതുപോലെ ചേരുന്നുണ്ട്. മീനാക്ഷിയും അത് ഏറ്റു പറഞ്ഞു. എന്നാലും അഭിയല്ലേ അമ്മേ ഞങ്ങളെക്കാൾ സുന്ദരിക്കുട്ടിയായത്? പൂജ ചോദിച്ചതും മീനാക്ഷിയും നന്ദിനിയും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. എന്തെന്നാൽ പൂജ പറഞ്ഞത് കാര്യമാണ്. ഈ വേഷത്തിൽ അഭി കൂടുതൽ സുന്ദരിയായിരിക്കുന്നു. അല്ലെങ്കിലും അഭിക്ക് പ്രത്യേക ചന്തമാണ്. ഏത് വേഷവും നന്നായി ഇണങ്ങും. ഇതേ സമയം തന്നെയായിരുന്നു അകത്തു നിന്ന് ഹർഷൻ പുറത്തേക്ക് വന്നത്. ഒരു വേള അവന്റെ കണ്ണുകൾ വീണ്ടും അഭിയിൽ ചെന്നെത്തി. അല്ലെങ്കിലും ഈയിടെയായി അവന്റെ കണ്ണുകൾ അഭിക്ക് പുറകെ തന്നെയാണ്. അവൻ അറിയുന്നില്ലെന്ന് മാത്രം. അല്ലെങ്കിൽ അറിഞ്ഞതായി ഭാവിക്കുന്നില്ല. മറ്റുള്ളവരുടെ മുന്നിൽ താഴ്ന്നു കൊടുക്കാൻ ഇപ്പോഴും അവന്റെ മനസ്സ് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പുറമേ ഒരു ഗൗരവത്തിന്റെ മുഖംമൂടി അണിഞ്ഞാണ് അവന്റെ നടപ്പ്. അതേസമയം എല്ലാവർക്കും പിറകിലായിരിക്കുന്ന രാജേന്ദ്രന്റെ കണ്ണുകൾ അഭിയിൽ തന്നെ തങ്ങി നിന്നു. പ്രത്യേകിച്ച് ഈ വേഷത്തിൽ അഭിയെ കണ്ടപ്പോൾ. അഭിയിൽ അദ്ദേഹം തന്റെ പ്രണയിനിയെ കാണുന്നത് പോലെ കണ്ണെടുക്കാതെ രാജേന്ദ്രൻ അവളെ തന്നെ നോക്കി നിന്നു. ഇതേ സമയം അദ്ദേഹത്തിന്റെ മുഖഭാവം മാറുന്നതൊക്കെ തൊട്ടരികിലുള്ള മാധവൻ കാണുന്നുണ്ട്. എന്തെന്നാൽ അത്രയും നേരം സന്തോഷത്തോടെ സംസാരിച്ചിരുന്ന രാജേന്ദ്രന്റെ മുഖം പെട്ടെന്ന് മാറിയത് എന്തുകൊണ്ടാണ്? സംശയം മാധവന് ഉദിക്കാതിരുന്നില്ല. അതേ സംശയത്തോടെ രാജേന്ദ്രന്റെ കണ്ണുകൾ സഞ്ചരിക്കുന്ന ഭാഗത്തേക്ക് മാധവന്റെ കണ്ണുകളും ചെന്നെത്തി. അതെ, അഭിയിലാണ് രാജേന്ദ്രന്റെ കണ്ണുകൾ. എന്താടാ? തൊട്ടരികിൽ ഇരിക്കുന്ന രാജേന്ദ്രന്റെ കൈകളിലേക്ക് മാധവൻ പിടിച്ചു ചോദിച്ചു. ഒന്നുമില്ല.
പെട്ടെന്ന് മാധവന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഉണ്ടായതും രാജേന്ദ്രൻ പതുങ്ങി. എന്താ, വല്ല വല്ലായികയുമുണ്ടോ? രാജേന്ദ്രന്റെ മുഖത്തെ വിയർപ്പ് തുള്ളികൾ മാധവനെ വല്ലാതെയാക്കി. ഇതേപോലെ ഒരു നിമിഷത്തിലാണ് അന്ന് രാജേന്ദ്രൻ കുഴഞ്ഞു വീണതെന്ന് മാധവൻ ഓർത്തു. ഇല്ല, ഒന്നുമില്ല. ഞാൻ കുട്ടിയോളെ ഈ വേഷത്തിൽ കണ്ടപ്പോൾ മനസ്സിലുള്ളത് പറയാതെ പറഞ്ഞു രാജേന്ദ്രൻ. അഭിയെ കാണുമ്പോൾ ജാനകിയെ ഓർമ്മ വന്നു അല്ലേ? തന്റെ സുഹൃത്തിന്റെ മനസ്സ് എന്താണെന്ന് മനസ്സിലാക്കിയവൻ ഉടനെ ചോദിച്ചു. രാജേന്ദ്രന് മൂളാൻ മാത്രമേ സാധിച്ചുള്ളൂ. ജാനകിയുടെ മുഖഛായ ഉണ്ട് അഭിക്ക്. ആദ്യം കണ്ടപ്പോഴേ ഞാനും മീനാക്ഷിയും പരസ്പരം സംസാരിച്ചതുമാ അത്. പ്രത്യേകിച്ച് ഈ വേഷത്തിൽ കാണുമ്പോൾ ആരായാലും ജാനകി എന്നേ അഭിമോളെ കണ്ടാൽ പറയും. കണ്ണുകൾ അഭിയിലേക്ക് അയച്ചുകൊണ്ട് മാധവൻ രാജേന്ദ്രനോട് പറഞ്ഞു. ജാനകിയെക്കുറിച്ച് നമുക്ക് ഒന്നുകൂടി അന്വേഷിച്ചാലോ? അവൾ മറ്റൊരു ജീവിതം തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലായാൽ എന്റെ മനസ്സ് പകുതി സമാധാനത്തിലെത്തില്ലേ? ഇല്ലെങ്കിൽ ഇനിയുള്ള ജീവിതം ഞാൻ നീറി നീറി ഇല്ലാതാകും. നമുക്ക് അന്വേഷിക്കാം. നീ ഇപ്പോൾ മനസ്സിൽ വിഷമങ്ങളൊന്നും കൊണ്ട് നടക്കരുത്. ഡോക്ടർ പറഞ്ഞത് നിനക്കും അറിയാവുന്നതല്ലേ? ചോദ്യത്തോടെയും അതേപോലെ തന്നെ നിരുത്സാഹത്തോടെയും മാധവൻ പറഞ്ഞു. ഇപ്പോഴും രാജേന്ദ്രൻ ജാനകിയിൽ തന്നെ ലയിച്ചു കിടപ്പാണെന്ന് മാധവന് അറിയാം. രാജേന്ദ്രന്റെ മരണം വരെ അത് അങ്ങനെ തന്നെ തുടരുമെന്ന്. ജാനകിയെക്കുറിച്ച് ഇനി അന്വേഷിക്കാൻ ഒരിടവുമില്ല. എന്നാലും ഒരിക്കൽ കൂടി അന്വേഷിക്കണം, രാജേന്ദ്രന്റെ മനസ്സ് തണുക്കുവാൻ. അതിന് ചന്തുവിന്റെ സഹായം തേടണമെന്നും ആ സമയം മാധവൻ നനച്ചു. ഏട്ടാ, കുട്ടിയോട് ഇറങ്ങുന്നെന്ന്. സംസാരത്തിലിരിക്കുന്ന മാധവനെയും രാജേന്ദ്രനെയും നോക്കി മീനാക്ഷി പറഞ്ഞതും രണ്ടുപേരും സംസാരം നിർത്തി എല്ലാവരെയും നോക്കി. അജുവും ഒരുങ്ങി വന്നിട്ടുണ്ട്. ഹർഷൻ പോകുന്നില്ലേ? കോലായിൽ ഫോണും നോക്കിയിരിക്കുന്നവനോട് മാധവൻ ചോദിച്ചു. എന്തെന്നാൽ രാവിലത്തെ അതേ വേഷത്തിലാണ് ഹർഷൻ ഇപ്പോഴും ഉള്ളത്. ഇല്ല, ഞാൻ പോകുന്നില്ല, ഗൗരവത്തോടെ മാധവനോട് പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും ഫോണിലേക്ക് നോക്കിയിരുന്നു. പൊയ്ക്കൂടെ ഹർഷ നിനക്ക്? അർജുൻ എങ്ങനെയാ 3 പെൺകുട്ടികളെയും കൊണ്ട് തനിച്ച്? നന്ദിനിയും ചോദിച്ചു ഹർഷനോട്. താല്പര്യമുള്ളവർ മാത്രം പോയാൽ മതി, എനിക്ക് നിർബന്ധമൊന്നുമില്ല എല്ലാവരും പോകണമെന്ന്. അങ്ങും ഇങ്ങും തൊടാതെയുള്ള അവന്റെ സംസാരം കേട്ടതും പിന്നെ ആരും അവനോട് ഒന്നും ചോദിക്കാൻ നിന്നില്ല. എന്നാലും അവന്റെ സംസാരം നന്ദിനിക്ക് തീരെ പിടിച്ചിരുന്നില്ല. അവന്റെ ഭാര്യയും കൂടിയല്ലേ പോകുന്നത്, അപ്പോൾ അവളെയും കൊണ്ട് പോകേണ്ടത് അവന്റെ ഉത്തരവാദിത്തമല്ലേ? ഇവൻ എന്താ ഇങ്ങനെയെന്ന ചോദ്യവും നന്ദിനിയുടെ മനസ്സിലേക്ക് കടന്നു വന്നു. എല്ലാവരുടെയും മുന്നിൽ വച്ച് ചോദിക്കേണ്ടെന്ന് കരുതി മാത്രം നന്ദിനി മൗനത്തിലാണ്ടു. എന്നാൽ ഹർഷന്റെ ഈ ഭാവവും സംസാരവും അഭിയെ വല്ലാതെ വേദനിപ്പിച്ചു. തന്റെ നേർക്കുള്ള ആരും കാണാതെയുള്ള നോട്ടവും ചന്തുവേട്ടനോട് സംസാരിക്കുമ്പോഴുള്ള ആ മുഖത്തെ ദേഷ്യവുമൊക്കെ അവളും ശ്രദ്ധിച്ചിരുന്നു. എപ്പോഴൊക്കെയോ അവളും മനസ്സിൽ ഹർഷനൊരു സ്ഥാനം കൊടുത്തു വരികയായിരുന്നു. പക്ഷേ അവന്റെ തുറന്നടിച്ചുള്ള സംസാരം പെണ്ണിനെ വീണ്ടും വേദനിപ്പിച്ചു. ഇയാൾ ഒരിക്കലും മാറില്ലെന്ന് പോലും അവൾ മനസ്സിൽ ആ നേരം ചിന്തിച്ചു. ആര് വന്നാലും ഇല്ലെങ്കിലും ഞങ്ങൾ പോവും, അർജുൻ എല്ലാവരോടും പറഞ്ഞെങ്കിലും അത് ഹർഷനിട്ടാണ് വെച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലായി. പിന്നെ ഒട്ടും നേരം കളഞ്ഞില്ല. അർജുൻ 3 പെൺകുട്ടികളെയും കൊണ്ട് തറവാട്ടിൽ നിന്ന് ഇറങ്ങി. അതിനിടയിൽ ചന്തു വിളിച്ചിരുന്നു. അവൻ ക്ഷേത്രത്തിലുണ്ടെന്ന ധൈര്യത്തിലാണ് അജുവും പോകുന്നത്. എന്തെന്നാൽ രാത്രിയായാൽ പരസ്പരം കാണാൻ പോലും കഴിയാത്ത തിരക്കായിരിക്കും. ഏതെങ്കിലും നിമിഷത്തിൽ തന്റെ കണ്ണുകൾ ഈ 3 പെൺകുട്ടികളുടെ അടുത്തുനിന്ന് തെന്നി മാറിയാലോ? ഉത്സവം കഴിയുന്ന വർഷങ്ങളിലൊക്കെ ഒരുപാട് ദുരനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുമുണ്ട്. എല്ലാവരോടും യാത്രയും ചോദിച്ചു പോകുന്നവരെ എല്ലാവരും കോലായിൽ നിന്ന് നോക്കിക്കണ്ടു. ഹർഷന്റെ കണ്ണുകൾ ഫോണിലാണെങ്കിലും പോകുന്നവരെയും ഇടം കണ്ണാലെ നോക്കുന്നുമുണ്ട്. അജുവേട്ടൻ എല്ലാ ഉത്സവത്തിലും പങ്കെടുക്കാറുണ്ടോ? അതെന്താ ഹർഷേട്ടൻ ഉത്സവത്തിന് വരാതിരുന്നേ? അനുവിന്റെ വകയായിരുന്നു ചോദ്യം. തറവാട്ടിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട് ക്ഷേത്രത്തിലേക്ക്. വലിയൊരു പാടം കടന്നു മുറിച്ചു വേണം ക്ഷേത്രത്തിലേക്കുള്ള യാത്ര. ആ നാട് മുഴുവൻ ക്ഷേത്രത്തിലേക്ക് ഒഴുകിപ്പോവുകയാണ്. അമ്മയുടെ തിരുമുടി ആനപ്പുറത്ത് കേട്ടുന്നത് കാണാനാണ് എല്ലാവരുടെയും തിരക്ക് പിടിച്ച ഈ യാത്ര. ഞാൻ ഇവിടെ ഉള്ളപ്പോഴൊക്കെ ഉത്സവത്തിന് പങ്കെടുക്കും. ഒരു പ്രത്യേക രസമാണ് ഇവിടുത്തെ ക്ഷേത്രത്തിലെ ഉത്സവം കാണാൻ. ഗ്രാമപ്രദേശമായതുകൊണ്ട് പഴയ തനിമ ഇപ്പോഴും നിലനിൽപ്പുണ്ട്. പിന്നെ ഹർഷന്റെ കാര്യം, അവന്റെ കാര്യം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അവൻ ഈ ക്ഷേത്രങ്ങൾ വരുന്നതിനോട് താല്പര്യമുണ്ടായിരുന്നു രവിച്ചനും ദച്ചുവും പോകുന്നത് വരെ. ചെറുപ്പത്തിൽ ഞാനും അവനും കൂടിയാ ഇവിടെ വരാറ്. അന്ന് ഞങ്ങൾ 2 പേരും നല്ല കൂട്ടായിരുന്നു. രവിയച്ചന്റെ മരണത്തിനു ശേഷം അവൻ മാറിയപ്പോൾ അവന്റെ മാറ്റം ഞാൻ തുറന്നടിച്ചു പറഞ്ഞു. മോശമായ കൂട്ടുകെട്ടുകൾ പെടുന്നത് കണ്ടതും അവനെ ഒന്ന് നേരെയാക്കാൻ ഞാൻ നോക്കിയതാ. എന്നിട്ടോ ഞാൻ അവന്റെ ശത്രുവായി. നേരെയാകുമായിരിക്കും, ഒന്നുമില്ലെങ്കിലും ഞാൻ നിൽക്കുന്ന വീട്ടിൽ അവൻ നിൽക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ മാറ്റമല്ലേ? അനു ചോദിച്ചതിലുപരി തന്റെ മനസ്സിലുള്ളതെല്ലാം മൂവരോടും പറഞ്ഞു അർജുൻ.